ഇന്നെൻ്റെ റെസിപ്പി കൊഞ്ച് തീയൽ അഥവാ ചെമ്മീൻ തീയലാണ്. തേങ്ങ വറുത്തെടുത്ത് അരച്ച് ചെറുള്ളി വഴറ്റിയാണ് തീയൽ ആക്കുന്നത്. അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് തേങ്ങ തിരുകി വെച്ചിരിക്കുന്നത് വറുത്തെടുക്കുക. തേങ്ങ കരിയാതിരിക്കാൻ നോക്കണം. അതിലേക്ക് 2 ചെറുള്ളി, ഒരു പീസ് ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി എന്നിവ ചേർത്ത് ഇളക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. പൊടികൾ കരിയാതിരിക്കാൻ നോക്കണം. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം പൊടികൾ ചൂടാക്കാൻ. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ഫ്ലെയിം ഓഫാക്കി അത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കുക. തണുത്തതിന് ശേഷം അത് നന്നായി അരച്ചെടുക്കുക. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൾ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതൊരു ചുമന്ന ഒരു കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആകുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ചെറുള്ളി ഇട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് ചെറുള്ളി എടുത്താൽ മതിരിക്കും. ആവശ്യത്തിനനുസരിച്ച് ചെറുള്ളി എടുക്കുക. അത് എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ട് വന്നാലേ തീയലിന് രുചി ഉണ്ടാകുകയുള്ളൂ. ഉള്ളി വഴറ്റുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇടുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റുകയാണെങ്കിൽ എളുപ്പം ഉള്ളി വഴണ്ട് കിട്ടും. അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയും കൂട്ടിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. തക്കാളി നല്ല വെന്ത് ഉടഞ്ഞതിന് ശേഷം അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഇളക്കിയെടുക്കുക. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് ചൂടാക്കുക. അരപ്പും വെള്ളവും നന്നായി ഇളക്കി വേണം ചൂടാക്കാൻ. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർക്കുക. ഗരം മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അരപ്പ് നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് ഇളക്കുക. ചെമ്മീൻ നല്ല വൃത്തിയാക്കി വേണം എടുക്കാൻ. ചെമ്മീൻ നല്ല വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ അലർജി വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഒരു കണ്ണാപ്പയിൽ വെച്ച് തോരാൻ ഒരു അരമണിക്കൂറോളം വെച്ചതിന് ശേഷമാണ് അരപ്പിൽ ഇടുന്നത്. അല്ലെങ്കിൽ നല്ലതായിട്ട് വെള്ളം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ചെമ്മീൻ തീയൽ വെക്കാൻ ഏറ്റവും നല്ലത് ചെറിയ കൊഞ്ചാണ്. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇച്ചിരി മീഡിയം സൈസിലുള്ള കൊഞ്ചാണ്. കറി ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേകാൻ വേണ്ടി നോക്കുക. ഒരു 20 മിനിറ്റെങ്കിലും വെന്തതിന് ശേഷം ഇളക്കി നോക്കുക. ചെറു തീയിൽ വെച്ച് എണ്ണ മുകളിൽ പൊങ്ങി വരുന്നിടം വരെ തീ കുറച്ച് വെച്ച് വേവിക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായി തണുത്ത് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോഴത്തേക്ക് നന്നായിട്ട് അത് പറ്റി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിൽ നല്ലതായിട്ട് കിട്ടുന്നതാണ്.